ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, കുറച്ച് പിള്ളേർ, അതായത് ഇങ്ങോട്ട് UK വരാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്ന പിള്ളേർ, ഇപ്പം ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലും പോകണം, അതായത് ഇപ്പോൾ സ്റ്റുഡൻ്റായിട്ട് പോകാൻ താല്പര്യമില്ല, കെയർ വിസ ഡയറക്റ്റ് കിട്ടി പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ പിള്ളേരുണ്ട്. ഇപ്പോൾ കെയർ വിസ അല്ലെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും പഠിച്ച ഫീൽഡിൽ തന്നെ ജോബായിട്ട് പോകാൻ പറ്റുമോ, ഇനി സ്റ്റുഡൻ്റായിട്ട് പോകാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ കുറച്ച് പിള്ളേരുണ്ട്. അപ്പോൾ അവരിങ്ങനെ മെസ്സേജ് അയച്ചു, ഡയറക്റ്റ് കെയർ വിസ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നൊക്കെ. അതായത് ഞാൻ വന്ന ഒരു ടൈം 2022 സെപ്റ്റംബർ ഇൻടേക്കിലാണ് ഞാൻ വന്നത്. ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞാൽ അതെ, കെയർ വിസയിൽ ആളുകൾ വരുന്നുണ്ടായിരുന്നു കുറച്ചും കൂടെ കൂടുതലായിട്ട്. ഇപ്പം അത് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കെയർ വിസ എന്ന് മാത്രമല്ല, നഴ്സിംഗ് ജോബ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് തന്നെ ഇപ്പം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടുള്ള വരവ്. ഇപ്പോൾ UK ആണെങ്കിലും കാനഡ ആണെങ്കിലും ഇപ്പം കുറച്ച് പിള്ളേർ കുറവാണല്ലോ പോകുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോയ ഇയറൊക്കെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ മറ്റു പല രാജ്യങ്ങളിൽ ഇപ്പോൾ കുറേയും കൂടി വേക്കൻസീസ് ഒക്കെ എന്താ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ജർമ്മനിയൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതലും പിള്ളേർ പോയി കേൾക്കുന്നത്. അപ്പം ഇതിനു മുന്നേ ഞാൻ എൻ്റെ ജോബ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. UK വന്നു കഴിഞ്ഞിട്ടുള്ള ഞാൻ ചെയ്ത ജോബ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഏതൊക്കെ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞപ്പോൾ PSW അല്ലായിരുന്നു, എനിക്ക് വിസ ഡയറക്റ്റ് കിട്ടി. അതും എനിക്ക് ഒത്തിരി പൈസ ഒന്നും മുടക്കാണ്ട് തന്നെ കിട്ടി, കാരണം വിസ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലത്തായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത്. സോ അങ്ങനെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ PSW എടുക്കാണ്ട് ഡയറക്റ്റ് വിസയിലോട്ട് മാറുകയാണ് ചെയ്തത്. ഞാൻ പറയാൻ വന്നത്, കുറേ പിള്ളേർ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നുണ്ട്. ഈ കെയർ വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അമ്മേനെ വരെ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ വിഡ്ഢിത്തത്തിൽ കുറേ പിള്ളേർ ചെന്ന് വീഴുന്നുണ്ട്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ജസ്റ്റ് വീഡിയോ ഇടുന്നത്. ഇതിനു മുന്നേ ഞാൻ കുറച്ച് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്, വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറേ പേര്, വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറേ പേര് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എത്ര ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന പൈസ നിങ്ങൾ കൊടുക്കുന്നു, എന്നിട്ട് വിസ കിട്ടുന്നില്ല. 1 വർഷമായവർ, 2 വർഷമായവർ, സ്റ്റിൽ അവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് വെയിറ്റ് ചെയ്യുവാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആദ്യം തന്നെ ഈ കെയർ വിസ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റെസിഡൻഷ്യൽ വിസ കാണും, അല്ലെങ്കിൽ ഈ ഡൊമിസിലറി കെയർ ചെയ്യുന്ന അതിൻ്റെ വിസ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പ്രൊവൈഡ് ഉണ്ടോയെന്ന് തന്നെ നമുക്കറിയത്തില്ല. അതൊക്കെ നിങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ട് വേണം ഇതിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ പരിചയം ഉണ്ടെങ്കിൽ അവരെ വിട്ട് ഡയറക്റ്റായിട്ട് അന്വേഷിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. 1 രൂപ പോലും കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഇപ്പം ഞാൻ പറയാം, അപ്പം ഡൊമിസിലറി കെയർ എന്ന് പറയുന്നത്, അത് ഹോം കെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അയച്ചു കൊടുത്ത് ഡൊമിസിലറി കെയർ എന്താണെന്ന് അടിച്ചു കൊടുത്താൽ തന്നെ അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ നമ്മൾ അവരുടെ പേഴ്സണലായിട്ട് അവരുടെ വീടുകളിൽ ചെന്നിട്ട് അവർക്ക് പേഴ്സണൽ കെയറോ, അല്ലെങ്കിൽ അവരുടെ ഹൗസ് ഹോൾഡ് ടാസ്കുകൾ, അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു കമ്പാനിയൻഷിപ്പ്, ഇതൊക്കെ മാത്രം കൊടുക്കുന്നതായിരിക്കും ഈ ഡൊമിസിലറി കെയർ എന്ന് പറയുന്നത്. ഞാൻ ഡൊമിസിലറി കെയറിൽ വർക്ക് ചെയ്ത ഒരാളാണ്. സോ എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് തന്നെ. അപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ, ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴാണ് ഡൊമിസിലറി കെയർ ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ വർക്ക് ചെയ്തത് ഒരു വെയർ ഹൗസ് ആയിരുന്നു അവിടെ. പക്ഷെ ഞാനൊരു 2 ആഴ്ച പോയുള്ളൂ. പകുതി ഭയങ്കര ബുദ്ധിമുട്ടായ കാരണം പിന്നെ ഞാനവിടെ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ സപ്പോർട്ടിൽ വർക്ക് ചെയ്തായിരുന്നു. അതും പിന്നെ എനിക്ക് ഇടയ്ക്കൊന്ന് നാട്ടിൽ പോകേണ്ട വന്ന കാരണം ഞാനത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് കിട്ടിയ ജോബാണ്. പിന്നെ ഒരു മാസത്തോളം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു ജോലി ഇല്ലാതെ. കാരണം ജോലി ഇല്ലാതെ നമുക്കറിയാലോ, ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒന്നാമത് നമ്മൾ ഒത്തിരി പൈസ മുടക്കിയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ നമുക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്റ്റുഡൻ്റ് ആണ്, അപ്പം നമ്മുടെ റെൻറ്റ്, ചിലവ്, കാര്യങ്ങളെല്ലാം പോകണം, ട്രാൻസ്പോർട്ടേഷൻ, എല്ലാം ഒത്തിരി ചിലവുകളുള്ളതല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ ഡൊമിസിലറി കെയർ. അപ്പം ചാടിക്കയറി എല്ലാ ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്ത് എല്ലാം ഞാൻ ഇരുന്ന് അപ്ലൈ ചെയ്തായിരുന്നു. മെയിനായിട്ട് ഞാൻ ഇൻഡീഡിലായിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ജോലി കിട്ടി. പക്ഷേ എനിക്ക് അവിടുന്ന് കോൺടാക്റ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്ത്, ഇതിക്കുള്ള എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വേറെ നോക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എനിക്ക് ഡൊമിസിലറിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോയത്, അതിൻ്റെ വിശേഷങ്ങളുമൊക്കെ. ഞാനും കെവിനും കൂടെ ആയിരുന്നു പോയത് ഇൻ്റർവ്യൂവിന്. അവനായിരുന്നു എനിക്ക് ആ സമയത്ത് കൂട്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഇതെന്താണെന്നുള്ളത്. ഞാൻ ഓർത്തത് ഒരു കെയർ ഹോം ജോബ് ആണെന്നുള്ള രീതിയിലാണ് ഇൻ്റർവ്യൂവിന് ഞാൻ പോയത്.
ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവരെന്നോടിങ്ങനെ ഡൊമിസിലറി കെയർ എന്ന് അവർ വലിയ പ്രഷറും എടുത്ത് പറഞ്ഞില്ല. എനിക്കെന്താ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. എൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഇനി ചോദിക്കാത്തത് എൻ്റെ മണ്ടത്തരം. ഞാനും അങ്ങനെ വ്യക്തമായിട്ട് ചോദിച്ചൊന്നുമില്ല. കാരണം ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതിലിരിക്കുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് എൻ്റെ ഷാഡോ ഷിഫ്റ്റിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് ഹോം കെയർ ആണെന്നുള്ള കാര്യം. ഞാനൊരു ബിൽഡിങ് അതിനകത്താണല്ലോ എന്നുള്ള പ്രതീക്ഷയിലൊക്കെയായിരുന്നു പോയത്. പിന്നെ എനിക്ക് മനസ്സിലായത് ഹോം കെയർ ആയിരുന്നു. അതും എന്നോടൊരു ബ്രിട്ടീഷ് എന്നേലും ചെറുതായിരുന്നു, ഇളയ ഒരു ചെറുക്കനായിരുന്നു. ജോഷുവ എന്നായിരുന്നു അവൻ. ഞാനും അവനുമായിരുന്നു ഷാഡോ ഷിഫ്റ്റിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി നമുക്ക് ഡബിൾ കോൾസും കാണും, സിംഗിൾ കോൾസും കാണും. സിംഗിൾ കോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒറ്റയ്ക്ക് പോയി അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു വയ്യാത്ത ആളോ അല്ലെങ്കിൽ ഒരാളവിടെ കാണും. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഫുഡ് എടുത്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പിന്നെന്താ മെയിനായിട്ട് എനിക്ക് ഫുഡ് കൊടുക്കുക, അതൊക്കെയായിരുന്നു സിംഗിൾ കോൾസിൽ വരുന്നത്. പിന്നെ ഈ കൊമോഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരത് യൂസ് ചെയ്ത് വെച്ചേക്കും, നമ്മളത് ക്ലീൻ ചെയ്യുകയൊക്കെ വേണം, അങ്ങനെയൊക്കെ. പിന്നെ ഡബിൾ കോൾസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, 2 പേര് വേണം. അപ്പോൾ പാഡ് ചേഞ്ചിങ് കാണും, പിന്നെ അവരെ വാഷ് ചെയ്യണം, അല്ല കുളിപ്പിക്കണമായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡബിൾ കോൾസിൽ വരും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ കൂടെ ഒരാൾ കാണും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ വർക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരാൾ നമ്മുടെ കൂടെ ഒരു 3-4 പേരായിരുന്നു അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ഡൊമിസിലറി കെയറിൽ 4 സ്റ്റാഫായിരുന്നു. അപ്പോൾ മാറി മാറിയായിരിക്കും റോട്ട വരുന്നത്. എൻ്റെ കൂടെ ചില ദിവസം ജോഷു ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു ആളായിരിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൽ ഒരാൾക്ക് കാറുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിലൊക്കെ ആ പുള്ളി നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അടുത്ത ഒരു വീട്ടിൽ കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ നമ്മൾ വേണേൽ ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ കഴിയുമ്പോൾ നമുക്കൊരു ലിഫ്റ്റൊക്കെ തരുമായിരുന്നു. പിന്നെ പുള്ളി അത് നിർത്തിയായിരുന്നു, പുള്ളിക്ക് ബിസിയാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോകുമായിരുന്നു. പിന്നെ ചില ഡൊമിസിലറി കെയർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ വീട്ടിലും എന്താ പറയുക, എല്ലാ കോൾസും ഡബിൾ കോൾസ് ആയിരിക്കും. ഒറ്റയ്ക്ക് എവിടെയും പോകേണ്ട വരത്തില്ല, നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ കാണും. അപ്പോൾ ആ ആൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കാറുണ്ടെന്നുണ്ടെങ്കിൽ ഈസി അല്ലേ, നമുക്ക് നടക്കേണ്ടി വരത്തില്ല, നമുക്ക് അവരോട് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാറുണ്ട്, നിങ്ങൾക്ക് ലൈസൻസ് ഇവിടെ ഉണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് കാറിൽ പോയാൽ മതി, നടക്കേണ്ട കാര്യം വരുന്നില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് കാറും ഇല്ലായിരുന്നു, ലൈസൻസും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ, ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ കിലോമീറ്റർ കണക്കിനാണ് നടക്കേണ്ടത്. കാരണം ഒരു വീട്ടിലെ ഇത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നടന്നു പോയിക്കുമ്പോഴായിരിക്കും അടുത്ത വീട്ടിൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വീട്, അങ്ങനെ ഒരു 4-5 വീട്ടിൽ ഒരു ദിവസം പോകണം. അത് കഴിഞ്ഞ് പിന്നെ ഒറ്റ നേരം മാത്രം പോയാൽ പോരാ, രാവിലെ പോകണം, ഉച്ചയ്ക്ക് പോകണം, 4 മണിക്ക് പോകണം, പിന്നെ വൈകിട്ട് രാത്രിയിലും പോകണം. ഫുൾ ഡേ ആണെങ്കിൽ അങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ എന്തോരം നടക്കേണ്ടത് നിങ്ങൾ ഓർത്തെ. ചില വീടുകൾ അടുത്തടുത്തായിരിക്കും, ഒരു 10 മിനിറ്റ് നടന്നാൽ മതിയായിരിക്കും. പക്ഷേ ചില വീടെന്നൊക്കെ പറഞ്ഞാൽ അരമണിക്കൂറൊന്നും അല്ല, അതിൽ കൂടുതലെടുക്കും നടന്ന അവിടെ വരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അരമണിക്കൂർ പോരായിരിക്കാം, ചിലപ്പം 3/4 മണിക്കൂറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് നടന്നു പോകാമെന്ന് പറയുന്നത്. പിന്നെ സ്റ്റുഡൻ്റ് ആയിരിക്കും അറിയാമല്ലോ, 20 hours നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ജോബായ കാരണം അവർ ചിലപ്പം ഒരു വീട്ടിൽ 15 മിനിറ്റ്സ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ആ 15 മിനിറ്റിനുള്ള പേയ്മെൻറ്റേ നമുക്ക് കിട്ടത്തുള്ളൂ. ചില വീട്ടിൽ അരമണിക്കൂറായിരിക്കും, അങ്ങനെ പേയ്മെൻറ്റേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒത്തിരി സാലറി ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബസ് പിടിച്ചു പോകാനുള്ളതൊന്നും അത് പ്രാക്ടിക്കൽ അല്ലായിരുന്നു. വേണമെങ്കിൽ ഒരു തവണ എല്ലാം ബസ് പിടിക്കാം, പക്ഷേ വണ്ടിക്കൂലിയുടെ മാത്രമല്ല, ആ സമയത്ത് കറക്റ്റ് സമയത്ത് അവിടെ എത്തണം, ആ സമയത്ത് ബസ് വേണം. ഇനി ബസ് ക്യാൻസലായാൽ അത് പ്രശ്നം, പിന്നെ നമ്മൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുമല്ലേ, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ ക്യാബ് വിളിച്ചാൽ അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമേ അല്ലായിരുന്നു. അങ്ങനെയാണ് ഡൊമിസിലറി കെയർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയ, അതൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ആ ജോബിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറയാം, ജസ്റ്റ് ഒരു കോമ്പൗണ്ടിനകത്തുള്ള ഒരു 3-4 വീടുകൾ, അവിടെയാണ് നിങ്ങൾക്ക് ഹോം കെയർ ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഈസി ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അധികം ദൂരം ട്രാവൽ ചെയ്യേണ്ട, ആ സ്ഥലത്ത് മാറി മാറി പോയിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്കൊക്കെ കിട്ടിയ പോലെ ജോലിയൊക്കെ കിട്ടിയെങ്കിൽ പണി കിട്ടും, അത് തീർച്ചയായിട്ടും ഉറപ്പാണ്. ഇത് പിന്നെ സിംഗിളും ഡബിൾ കോൾസും ഉള്ള ഇതാണെങ്കിൽ ഇതേപോലെ എപ്പോഴും നമ്മുടെ കൂടെ ഒരാൾ കാണത്തില്ല. എല്ലാം ഡബിൾ കോൾസ് ആണെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിലും അതും ഈസിയാണ്, നടക്കണ്ട, അത് ഒരാളുടെ കൂടെ അങ്ങ് പോയാൽ മതി. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ചേച്ചി ചെയ്യുന്നത് ഡൊമിസിലറി കെയർ ആണ്. പക്ഷെ പുള്ളിക്കാരിക്ക് സുഖമാണ്, ഓക്കെയാ, എപ്പോൾ ചോദിച്ചാലും ഓക്കെയാണെന്നാണ് പറയുന്നത്. കാരണം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ സിംഗിൾ കോൾസ് ഒന്നുമില്ല. പിന്നെ അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഇങ്ങനെ ചിലപ്പോൾ കൂട്ടിരിക്കാൻ പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോവുക, കമ്പാനിയൻഷിപ്പ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ജോലിയായിരിക്കും. അത് സുഖമല്ലേ.
വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ല. ആ ജോലി ചെയ്ത് അതായത് ചിലപ്പോൾ രാവിലെ 5 മണി 5:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാലേ എനിക്കവിടെ ആ സമയത്ത് എത്താൻ പറ്റത്തുള്ളൂ. ഒരു 6 7 ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം രാവിലത്തെ. എന്നാലേ നമ്മൾ സമയത്ത് തീരത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ രാത്രി ചിലപ്പോൾ 9:30 10 മണിയാവും വീട്ടിൽ വരുമ്പോൾ. ഇത്രയും അവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് അവർ ആ റോട്ടയിൽ ഇപ്പോൾ 15 മിനിറ്റാണോ 20 മിനിറ്റാണോ അതിനുള്ള പേയ്മെൻറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിനിടെ നമുക്ക് കുറേ ഗ്യാപ്പുകളുണ്ട്. നമ്മൾ ഈ നടക്കുന്ന സമയം അല്ലെങ്കിൽ ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയം ഇതൊന്നും പെയ്ഡ് അല്ല. ഞാനൊക്കെ എത്രയോ സമയം വെറുതെ ബസ് സ്റ്റോപ്പിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വിൻ്റർ സമയത്തൊക്കെ എൻ്റെ പൊന്നെ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട്. കാരണം അവിടെ ഒരു പാർക്കുണ്ടായിരുന്നു. ഞാൻ സ്ഥിരം അവിടെ പോയി ഇരിക്കുന്നത്. പിന്നെ ഫുഡ് ഒന്നും ശരിയാകത്തില്ല. ഇങ്ങനെ പോകുമ്പോൾ എപ്പോൾ കുക്ക് ചെയ്യാനാ? ഫുഡ് കൊണ്ടുപോകാറില്ലായിരുന്നു. ഫുഡ് മേടിക്കാനാണെങ്കിൽ അതിന് മാത്രം പൈസ ഉണ്ടോ? അതും ഇല്ല. പിന്നെ എന്നും എങ്ങനെയാണ് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നത്? അതൊന്നും നടക്കത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് കൂടുതൽ എന്തെങ്കിലും ആക്കി വെച്ചിട്ട് അത് എടുക്കും. എന്നിട്ട് എവിടെയെങ്കിലും ചൂടാക്കി കഴിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഒരു പാർക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ വിൻ്റർ സമയത്ത് അവിടെ ഒരു ഊഞ്ഞാലയിൽ ഞാനിങ്ങനെ ജസ്റ്റ് കിടന്ന് ഒന്ന് മയങ്ങിപ്പോയിട്ട് പിള്ളേരുടെ എന്തോ സൗണ്ട് കേട്ടിട്ട് ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് രണ്ടും മരച്ചിട്ട് എനിക്ക് അനക്കാൻ വയ്യ. ഞാൻ അത്രയും ഓർത്തില്ല. ഞാൻ ക്ഷീണം കാരണം എന്തോ ഉറങ്ങിപ്പോയതാണ്. എന്നിട്ട് എനിക്ക് കാലനക്കാൻ വയ്യ. എന്നിട്ട് കുറേ സമയമെടുത്ത് എനിക്കൊന്ന് നടക്കാനും വേണ്ടിയിട്ട്. കാരണം ബ്രേക്കിൻ്റെ സമയത്ത് എന്തോ അവിടെ പോയി ഇരുന്നത്. പിന്നെ നമുക്ക് ജോലി കണ്ടിന്യൂ ചെയ്യണ്ടേ. അയ്യോ, അങ്ങനെ കുറേ പാടുപെട്ടായിരുന്നു. അപ്പോൾ ഡൊമിസിലറി കെയർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇങ്ങനെയും ഉള്ള സാഹചര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. കാരണം ഈ ബ്രേക്ക് ടൈമിൽ നിങ്ങളുടെ വീട് അടുത്താണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടികളോ ഇപ്പോൾ അസസ്മെൻറ്റുകളോ അല്ലെങ്കിൽ ക്ലാസ് അതിനിടയ്ക്കുണ്ടെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഡബിൾ കോൾസ് ആണെങ്കിലും എപ്പോഴും നമ്മുടെ ഒരു കൂട്ട് കാണുമല്ലോ. ഈ സിംഗിൾ കോൾസും പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടുപോകും. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഡൊമിസിലറി കെയർ വിസയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലിരിക്കുന്ന പിള്ളേർക്ക് ചിലപ്പം കെയർ വിസ എന്നേ അവർ പറയത്തുള്ളൂ. ഡൊമിസിലറി ആണോ റെസിഡൻഷ്യൽ ആണോ എന്നൊന്നും അവർ ചിലപ്പോൾ ഒന്നും പറയുന്നില്ലായിരിക്കും. നിങ്ങളിതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഇതെന്ത് വിസയാണ്, എത്ര നാളുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതെവിടെയാണ്, അതിൻ്റെ സ്ഥലം എവിടെയാണ്, എൻ്റെ റിലേറ്റീവോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിടാം. അപ്പം ഡയറക്റ്റ് ഡീറ്റെയിൽസ് പറയണം. അങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കണം ഈ വിസയ്ക്ക് പൈസ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട്. ഇപ്പം ഞാൻ അധികം കേൾക്കുന്നില്ല ഇങ്ങനെ വിസ പ്രൊവൈഡ് ചെയ്യുന്ന അധികം കേൾക്കുന്നില്ല. അധികാരം വരുന്നുമില്ല. പക്ഷെ നമുക്കറിയാവുന്ന പിള്ളേർ വീട് വിറ്റ് ഞാൻ ലോണൊക്കെ എടുത്ത് ഇതേപോലെ കെയർ വിസയ്ക്ക് വേണ്ടി പൈസ കൊടുത്തു. 5ഉം 10ഉം ലക്ഷമൊക്കെ രൂപ പൈസ കൊടുത്തിട്ട് അവർ സ്റ്റിൽ വെയിറ്റ് ചെയ്യുവാണ്. അവർക്ക് യാതൊരു അപ്ഡേറ്റ്സ് ഇവിടെ നിന്ന് കിട്ടുന്നുമില്ല. അപ്പം എന്നിട്ട് അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് അമ്മേനെ കൊണ്ടുവരാം അച്ഛനെ കൊണ്ടുവരാമെന്നൊക്കെയാണ്. ലൈക്ക് അതൊക്കെ കുറേ കഴിയുമ്പോൾ വല്ല വിസിറ്റിംഗ് വിസ ആയിട്ടൊക്കെ അല്ലേ, ഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാണ് ഓരോരുത്തർ പൈസ മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ചീറ്റിംഗ് ആണ്. ആരും അതിലൊന്നും പോയി വിശ്വസിക്കുകയോ അതിൽ പോയി പെടുകയൊന്നും ചെയ്യരുത്. പിന്നെ അതാ ഞാൻ മെയിനായിട്ട് പറയാനുള്ള കാരണം. കാരണം കുറേ പിള്ളേരൊക്കെ അങ്ങനെ പറയുന്നു, ഇത്രയും പൈസ കൊടുത്തു എന്നൊക്കെ. ഇത് ശരിക്കും അന്വേഷിച്ച് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കി. ഇപ്പോൾ ഇവിടെ UK ഫ്രണ്ട്സ് ഇല്ലാത്ത ആരായിരിക്കും നാട്ടിലുള്ളത്? മിക്ക പിള്ളേരുടെ ആരെങ്കിലും ഒന്നുകിൽ ക്ലാസ്സിൽ പഠിച്ച ആരെങ്കിലും അല്ലെങ്കിൽ കസിൻസ് ആരെങ്കിലുമൊക്കെ ഇവിടെ കാണുമല്ലോ. അപ്പോൾ മാക്സിമം ഡയറക്റ്റ് ആരെങ്കിലും കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്. എൻ്റെ പ്രീവിയസ് വീഡിയോസിലും ഈ സെയിം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് ബാക്കിൽ ഒരു 1 ഇയർ ബാക്കൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് ആട്ടോ നമ്മളീ പറയുന്നത്. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ പറഞ്ഞാൽ മതി. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എനിക്കറിയാമെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.